ഒരു ഭയങ്കര തമാശ. ഞെട്ടിപ്പോകരുത് കേട്ടോ, ഞെട്ടിപ്പോകരുത്. ഡൽഹി ജുമാ മസ്ജിദ് ഇമാം ബുഖാരി പറഞ്ഞിരിക്കുകയാണ്, ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധം തടയാൻ ലോകത്തിൽ ഒരാൾക്ക് മാത്രമേ കഴിയൂ. ഒരാൾക്ക് മാത്രമേ കഴിയൂ. ആരാണെന്ന് അറിയാമോ? നരേന്ദ്രമോദി. നരേന്ദ്രമോദിക്ക് മാത്രമേ കഴിയൂ എന്ന്. നമസ്കാരം. ഇപ്പോ കഴുതക്കാല് പിടിക്കാൻ വേണ്ടി നെട്ടോട്ടമാണ്. മുസ്ലിം പണ്ഡിതന്മാരും ക്രിസ്ത്യൻ പണ്ഡിതന്മാരും ഹിന്ദു പണ്ഡിതന്മാരടക്കം എല്ലാവരും, എല്ലാ പണ്ഡിതന്മാരും പണ്ഡിതന്മാര് ഡൽഹി ജുമാ മസ്ജിദ് ഇമാം ബുഖാരി വലിയ രൂപത്തിൽ, വളരെ വലിയ രൂപത്തിൽ ഒരു നക്കല് നടത്തിയിട്ടുണ്ട്. ഷൂ നക്കല് നടത്തിയിട്ടുണ്ട്. ആരുടെ ഷൂ ആണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് 80 ദിവസം, 3 മാസം ആകാൻ പോകുന്നു. ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധം തടയാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. മുസ്ലിം രാജ്യങ്ങളൊക്കെ അതിൽ പരാജയമായി കഴിഞ്ഞു. ലോകരാജ്യങ്ങളും പരാജയമായി കഴിഞ്ഞു. യുണൈറ്റഡ് നേഷൻസും പരാജയമായി കഴിഞ്ഞു. ഇനി ഒരാൾ വന്ന് നമ്മളീ ട്രാഫിക് ഐലൻഡിൽ നിൽക്കുന്ന ആളുകൾ കണ്ടിട്ടില്ലേ? ഒരു പിടുത്തണ്ടായിരിക്കും ഇങ്ങനെ, ഒരു ഫലകം സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ മോഡി ജി വന്നത് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഠക്ക് എന്ന് പറഞ്ഞിട്ട് യുദ്ധം അവസാനിക്കും. മോഡിക്ക് മാത്രമേ ഇതിന് കഴിയൂ. ഡൽഹി ജുമാ മസ്ജിദ് ഇമാം ബുഖാരി, ഡൽഹി ജുമാ മസ്ജിദും ഇമാം ബുഖാരിയുടെ നീട്ടിയുള്ള നക്കല്. ഇതിനേക്കാൾ വലിയ നക്കല് സ്വപ്നത്തിന് മാത്രം എന്ന് പറയില്ലേ? ഇതിനേക്കാൾ വലിയ കാലുപിടുത്തം, ഇതിനേക്കാൾ വലിയ നക്കല് സ്വപ്നത്തിൽ മാത്രം. ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധം തടയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മാത്രമേ കഴിയൂ, നരേന്ദ്രമോദിക്ക് മാത്രമേ കഴിയൂ എന്ന് ഡൽഹി ജുമാ മസ്ജിദിലെ ഇമാം ബുഖാരി എന്ന നക്കി. ഇസ്രായേലും പലസ്തീൻ യുദ്ധം തുടങ്ങിയിട്ട് 3 മാസമായി. ഇപ്പോ 48 തുടങ്ങിയതാണ് യുദ്ധം. ഈ സംഘർഷത്തിൽ മുസ്ലിം ലോകം, മുസ്ലിം രാഷ്ട്രങ്ങള്, മുസ്ലിം നേതാക്കന്മാര് തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്ക വരെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ. അപ്പുറത്ത് ചൈനയുണ്ട്, റഷ്യയുണ്ട്. ഇനി ആധ്യാത്മിക നേതൃത്വമാണെങ്കിലും മാർപ്പാപ്പ ആഴ്ചയിൽ ഒരു ദിവസം 5 മിനിറ്റിന് വേണ്ടി മാറ്റിവെക്കും. ഒരു കിഴിശ്വാസം മാർപ്പാപ്പ. യുദ്ധം അവസാനിപ്പിക്കണം, യുദ്ധം വേഗം അവസാനിപ്പിക്കണം. അതങ്ങനെ. മുസ്ലിം ലോകം ഈ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്, നിസ്സംഗത പാലിക്കുകയാണ്. അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ നിറവേറ്റിയിട്ടില്ല എന്നും ഇമാം ബുഖാരി വലിച്ചു നീട്ടി പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല. ഇത് വളരെയധികം ദൗർഭാഗ്യകരമായിട്ടൊരു കാര്യമാണ്. നാളെ ഈ നിസ്സംഗത പാലിക്കുന്ന രാജ്യങ്ങളുടെ മുന്നോട്ട് അവരുടെ ഇടയിലേക്ക് ഈ പറയുന്ന ഇസ്രായേലും കൂട്ടരും കടന്നു വന്നാൽ അവരെ സഹായിക്കാനും മറ്റുള്ള രാജ്യങ്ങളുണ്ടാവില്ല. എൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇത്ര കാലവും ഇങ്ങനെയുള്ള ബുഖാരിമാരും ഇമാംമാരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി അത്രമാത്രം. ഇപ്പം എല്ലാം പറയുമ്പോൾ അതിനകത്ത് ഈ തേൻ പുരട്ടുന്ന പരിപാടി അത് കുറച്ചുകൂടി കൂടുതലാക്കിയിരിക്കുകയാണ്. ഞാനിവിടെ വരുന്ന കൊച്ചുകുട്ടി ഉപ്പ് വലുതായി, കൊച്ചുകുട്ടി അയക്കുന്ന സമയത്ത് ഒരു ലാക്ടോജൻ കൊടുക്കും. അവൻ കഴിക്കില്ല. ഇവിടെ വന്നാൽ കഴിക്കും, വീട്ടിൽ വെച്ചാൽ കഴിക്കില്ല.
അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സ്വാമി ഇവിടെ ആ നിപ്പിളാക്കി കൊടുക്കുന്നത് അവൻ കഴിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ വീട്ടിലൊക്കെ കഴിക്കില്ല. അപ്പോൾ അതിനൊരു സൂത്രപ്പണിയുണ്ട്. ലാക്ടോജൻ കലക്കി അതിനകത്ത് കുറച്ച് പഞ്ചസാര ഇടുക, അല്ലെങ്കിൽ കുറച്ച് തേനൊഴിക്കുക, അവൻ കഴിക്കും. അവൻ കഴിച്ചു. പിന്നെ ആ ഒരു ടെക്നിക്ക് അവരും പ്രയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഒരു തേൻ പുരട്ടൽ പരിപാടിയാണ്. അത് കൂടിപ്പോയെന്ന് സംശയം ഇപ്പോൾ. അതിനു വേണ്ടിയിട്ട് കേരളത്തിലുണ്ട് ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ, മുസ്ലിം സംഘികൾ തേനും കൊണ്ട് നടക്കുകയാണ്. ഇപ്പോ പണ്ടൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ പറയുന്നത് എന്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, എന്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ യുദ്ധം അവസാനിപ്പിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അത്രത്തോളം ബുഖാരിജി, ബ്രഹ്മശ്രീ ബുഖാരിജി ഐക്യരാഷ്ട്രസഭ, അതുപോലെ അറബ് ലീഗിന്റെ ഗൾഫ് സഹകരണ കൗൺസിൽ അവരുടെ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രമേയങ്ങളുടെ വെളിച്ചത്തിൽ പലസ്തീൻ പ്രശ്നം ഉടനടി രമ്യമായിട്ട് പരിഹരിക്കണം, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നുകൂടി പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ആരാണ് ഈ ബുഖാരി? ഡൽഹിയിലുള്ള ജുമാ മസ്ജിദിലെ ഖത്തീബ്, അല്ലെങ്കിൽ അവിടുത്തെ ഇമാം, അത് ഏത് പേരിട്ട് വിളിക്കേണ്ട അറിയില്ല, അത് നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരാൾ, അത്ര മാത്രമേ ഉള്ളൂ. ഐക്യരാഷ്ട്രസഭ ഇന്നലെ തുടങ്ങിയതല്ല ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പല സിദ്ധാന്തങ്ങളും, നൂറുകണക്കിന് സന്ധിക്കുറിപ്പുകളുണ്ട്, നൂറുകണക്കിന് സന്ധിയുടെ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇസ്രായേലികൾ ഈ ലോകത്തെ ആ ഒരു ഭാഗത്തെയെങ്കിലും നരകത്തിയിലാഴ്ത്തി വെച്ചിട്ടുള്ളത് കഴിഞ്ഞ 10-75-80 വർഷമായിട്ട്. ഐക്യരാഷ്ട്രസഭ അവരുടെ മുമ്പിൽ പരാജയപ്പെടുന്നു. അമേരിക്ക വീറ്റോ ചെയ്യുന്ന കാര്യം റഷ്യ പിന്തുണ പ്രഖ്യാപിക്കുന്നു, റഷ്യ വീറ്റോ ചെയ്യുന്നതിന് അവർ പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല. വീറ്റോ എന്ന് പറയുന്ന ബ്രഹ്മായുധം വെച്ചുകൊണ്ടുള്ള കളികൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഐക്യരാഷ്ട്രസഭ എടുക്കുന്ന ഭൂരിപക്ഷ തീരുമാനം വീറ്റോ എന്ന് പറയുന്ന ചെറിയൊരു ചൂരൽ വടി കൊണ്ട് തല്ലി തകർക്കുന്നു. അറബ് ലീഗ് മൊത്തം അതുണ്ടായ കാലഘട്ടം മുതലേ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കഴിയുന്നില്ല. ഗൾഫ് സഹകരണ കൗൺസിൽ കോർപ്പറേഷൻ GCC അവർക്ക് കഴിയുന്നില്ല. ഇവർക്ക് എല്ലാവർക്കും ചെയ്യാനുള്ളത് ഇസ്രായേലായിട്ടും പലസ്തീനുമായിട്ട് നിൽക്കട്ടെ, അതിന് നടുവിലൊരു വേലി കെട്ടട്ടെ, പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകട്ടെ, ഇസ്രായേൽ സ്വതന്ത്ര രാഷ്ട്രമാകട്ടെ. ഏറ്റവും മാന്യമായിട്ടുള്ള പരിഹാരം നിർദ്ദേശിച്ചു ഒരുപാട് ആളുകൾ. പക്ഷെ അത് കേൾക്കാൻ കൂട്ടാത്തത് ആരാണ്? ഇസ്രായേലികളാണ്. അങ്ങനെയുള്ള ഇസ്രായേലികളോട് ഒരു സുപ്രഭാതത്തിൽ പാരമ്പര്യമില്ലാത്ത ഒരു നേതാവ്, നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ആരെയും കളിയാക്കാൻ വേണ്ടി പറയുന്നതല്ല. രാജീവ് ഗാന്ധിയുടെ മകൻ, മോത്തിലാൽ നെഹ്റുവിൻ്റെ മകൻ, നെഹ്റുവിൻ്റെ മകൾ, ഇന്ദിരാഗാന്ധിയുടെ മകൻ, രാജീവ് ഗാന്ധിയുടെ മകൻ, രാഹുൽ ഗാന്ധി ഇവിടെ പ്രതിപക്ഷ ലീഡറുമല്ല, ഇവിടുത്തെ പ്രധാനമന്ത്രിയുമല്ല, ഒരു മന്ത്രി പോലും ആയിട്ടില്ല. പക്ഷേ അതേ ലോകരാഷ്ട്രങ്ങളിൽ ബഹുമാനിതന. കാരണം എന്താ? പാരമ്പര്യം. UAE ചെല്ലുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെല്ലുന്ന പോലെ ആ സ്വീകരണം. കാരണം എന്താ? പാരമ്പര്യം, ട്രഡിഷൻ. വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ട്രഡിഷൻ അവർക്കുണ്ട്. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, നരേന്ദ്രമോദിക്ക് അതില്ല. ആയതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ വാക്കുകൾ BJP അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നരേന്ദ്രമോദിയുടെ ഗ്രേസ് എന്ന് മനസ്സിലാക്കുക. നാളെ നടക്കുന്ന ഇലക്ഷനിൽ കോൺഗ്രസ് അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നരേന്ദ്രമോദിക്ക് അവകാശപ്പെടാനുള്ളത് ഒരു ചായക്കട മാത്രമാണ്. അതാണ് പാരമ്പര്യം. അതിനപ്പുറത്തൊരു പാരമ്പര്യമില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പാരമ്പര്യമില്ല, അമ്മയുടെ പാരമ്പര്യമില്ല. ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശക്തിയുക്തം ഉന്നയിക്കാൻ കഴിവുള്ള ആൾക്കാർ അത് ചെയ്തിട്ടുണ്ട്, അവരെ പരാജയപ്പെട്ടിട്ടുണ്ട്.
ഇനിയെല്ലാം ഈശ്വരഗീതം പോലെ നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് എല്ലാവരും കൈമലർത്തിയിട്ടുള്ളത്. ചെങ്കടലിൽ ഉപരോധം ഏർപ്പെടുത്താൻ വന്നപ്പോൾ അവിടെയുള്ള ഹൂതി തീവ്രവാദികളെ പിടിക്കണമെന്ന് പറഞ്ഞ സമയത്ത് അതിന് പോലും പിന്തുണ പ്രഖ്യാപിക്കാൻ മടിച്ചു നിൽക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. അവിടെയും ഒറ്റപ്പെടുകയാണ് അമേരിക്കയും ഇസ്രായേലും. അവരാരെയും വകവയ്ക്കാൻ തയ്യാറില്ല. അങ്ങനെയുള്ള ഇസ്രായേലിനോട് ഒറ്റ വാക്കുകൊണ്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് തമ്പുരാനെ പേടിച്ച്, നരേന്ദ്രമോദിയെ പേടിച്ച് ഈ യുദ്ധം നിർത്തിവെക്കുമെന്ന് പറയാനുള്ള ശേഷി തലയ്ക്കകത്ത് ഒട്ടും വെളിവില്ലാത്ത ഒരാൾക്കേ ഉണ്ടാവുള്ളൂ. അതിനുള്ള ശേഷി ആണ് ഡൽഹി ജുമാ മസ്ജിദ് ഇമാം ബുഖാരി ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇങ്ങനെയുള്ള ആളുകൾ ഇസ്ലാമിൻ്റെ പാരമ്പര്യത്തെ, പ്രവാചകനായിട്ടുള്ള നബി തിരുമേനിയുടെ പാരമ്പര്യത്തെ, അന്തസ്സിൻ്റെയും മാപിയാത്യത്തിൻ്റെയും അതിലുമുപരിയായിട്ട് ആണത്തത്തിൻ്റെ പൗരുഷത്വത്തിൻ്റെ, നിങ്ങളെല്ലാവരും കേൾക്കുന്ന മിക്കവാറും ആളുകൾ 99% ആൾക്കാർ നബി തിരുമേനിയുടെ ജീവചരിത്രം ഭരിച്ചിട്ടുണ്ടായിരിക്കാം. ആയുധമില്ലാതെ, ആൾബലമില്ലാതെ, ധനമില്ലാതെ, സ്വന്തം രാജ്യമില്ലാതെ അടരാടിയ ചരിത്രം, 300 പോരാളികളെ വെച്ചുകൊണ്ട് ബദറിൽ ആയിരക്കണക്കിന് ആളുകൾ നേരിട്ട ചരിത്രം. അവിടെ ഉൾബലം മാത്രമാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ വേണ്ടത്ര പൈസയുണ്ട്, കാര്യങ്ങളുണ്ട്, സഞ്ചരിക്കാൻ റോൾസ് റോയ്സ് കാറുണ്ട്, കൂറ്റൻ മാളികകളുണ്ട്. ആയതുകൊണ്ട് തന്നെ ജീവിതം സുലഭിലമാണ്. ആയതുകൊണ്ട് തന്നെ എന്തിന് പൗരുഷം, ഈ ജീവിതം ഇങ്ങനെ നടന്നു പോട്ടെ എന്ന് കരുതുന്ന ഊശാംബികൾ, ആ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ നരേന്ദ്രമോദിയാണ് നമ്പർ 1. അതിനപ്പുറം ആരുമില്ല എന്നർത്ഥം. അല്ലാഹു അക്ബർ എന്നുള്ള വിളികൾക്കുള്ള പ്രാധാന്യം, അതിൻ്റെ പ്രസക്തി, അതിനെപ്പോലും ഇങ്ങനെയുള്ള ആൾക്കാർ ചോദ്യം ചെയ്യുകയാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാൻ പറ്റൂ. ഈ ലോകത്തിൽ ഈ യുദ്ധം നിർത്തിവെക്കാൻ ശേഷിയുള്ള ഒരേ ഒരാൾ ഇതാണ് സംബോധന ചെയ്തപ്പോൾ പറഞ്ഞത്. അത് നരേന്ദ്രമോദി. അയാൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ ഒരു പുതിയ പള്ളി കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ആ പേര് ഇതിൽ പറഞ്ഞു. ആ പുതിയ പള്ളി തകർക്കാൻ നിൽക്കുകയാണ്. ഇങ്ങനെ മറ്റേ മൂക്കിൻ്റെ തുമ്പത്തുള്ള പള്ളിയാണത്. ആ പള്ളിയുടെ പേര് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഹസ്രത്ത് മൊഹാനി സുനേരി ബാഗ് പള്ളി. ഹസ്രത്ത് മൊഹാനിയുടെ സുനേരി ബാഗ് പള്ളി പൊളിക്കാൻ നീക്കുമായിട്ട് BJP വരികയാണ്. എന്തൊരു വിരോധാഭാസം നോക്കണം. ഇവിടെ ഇത്തരം കാര്യങ്ങൾ നടന്നു വരുന്ന സമയത്ത് പ്രഖ്യാപിത ലക്ഷ്യവുമായിട്ട് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രു നമ്പർ 1 മുസ്ലിങ്ങളാണ് എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യവുമായിട്ട് മുന്നേറുന്ന BJPയെ അടക്കാനും മുതുക്കാനും അവരെ സാന്ത്വനിപ്പിക്കാനുള്ള തന്ത്രമായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് കാലുപിടുത്തം, ഷൂ നക്കല്, തേൻ പുരട്ടൽ, ഇതൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഇമാം ബുഖാരിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരാളോട് ജീവിച്ചിരുന്നിരുന്നു. പേര് മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒന്ന് പഠിക്ക്. വലിയ സേനകളും സമ്പത്തും ആൾബലവും എല്ലാം ഉണ്ടായിട്ട് എല്ലാം വെച്ചുകൊണ്ട് എതിർക്കാൻ വന്ന ആയിരക്കണക്കിന് ആളുകളെ, പിന്നീട് ലക്ഷക്കണക്കിന് ആളുകളെ, റോം ചക്രവർത്തിയുടെ ആളുകളെ, പേഴ്സിയുടെ ആളുകളെ, ഇറാഖിൻ്റെ ആളുകളെയൊക്കെ അള്ളാഹുവിൻ്റെ കൃപ അത് മാത്രം മനസ്സിലേറ്റിക്കൊണ്ട് ആ മനോബലം കൊണ്ട്, ആൾബലം കൊണ്ടല്ല, കീഴടക്കിയ ഒരു പൗരുഷം, അതിൻ്റെ മൂർത്ത രൂപം, അതാണ് പ്രവാചകനായിട്ടുള്ള നബി തിരുമേനി. ആ ചരിത്രം ഒന്നുകൂടി വായിക്ക്. എന്നിട്ട് ഈ കാൽ നക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഈ തേൻ പുരട്ടുന്ന പരിപാടി ഉണ്ടല്ലോ,
ഈ ഷൂ നക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നിങ്ങൾ നടത്തിക്കോ. പക്ഷേ യദ്യദാചരതി ശ്രേഷ്ഠക തത്തദേവേതരോ ജലഹ സയത് പ്രമാണം കുരുതേ ലോകസ്ഥതന് വർത്തതേ. നിങ്ങളെപ്പോലുള്ള തൊപ്പിയും കിരീടം വെച്ച് നടക്കുന്ന ആൾക്കാർ ഓരോന്ന് പറയുമ്പോൾ നിങ്ങളുടെ അനുയായികളും അതാണ് ശരിയെന്ന് കരുതും. അത് ഇസ്ലാമിന് ദോഷം ചെയ്യും, ഇസ്ലാമിന് ക്ഷീണം ചെയ്യും. നമസ്കാരം.